എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനുകളോടും മുഖ്ലിസുകളോടും മുത്തഖികളോടും ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ഉപദേശം പറയട്ടെ. അല്ലൈനാനി സിനാഹുമൻ നദർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് അനാവശ്യത്തിലേക്കുള്ള നോട്ടം. നാം നമ്മുടെ സ്ക്രീനുകളിൽ തെളിയുന്ന സ്ത്രീ ശരീരങ്ങളിലേക്ക് നോക്കി ആസ്വദിക്കുകയാണെങ്കിൽ, ഹറാമായ രംഗം കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ ആടിപ്പാടുന്ന പെണ്ണിനെ നോക്കി ആസ്വദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് കണ്ണുകൊണ്ട് വ്യഭിചരിക്കലാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ നമുക്കറിയാമല്ലോ, ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ല. കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കരുതേ. വല്ലുദുനാനി ദിനാഹുമൽ ഇസ്തിമാൾ. രണ്ട് ചെവികളുടെ വ്യഭിചാരം എന്തെന്ന് പറഞ്ഞാൽ അശ്ലീലമായ കാര്യങ്ങളും അത്തരത്തിലുള്ള ഗാനങ്ങളുമൊക്കെ ആസ്വദിക്കലാണ്. അത്തരത്തിലുള്ള ഗാനാലാപനങ്ങളിലേക്ക്, നൃത്തനൃത്യങ്ങളിലേക്ക്, സംഗീതത്തിന്റെയും കലയുടെയും പേരിലുള്ള ആഭാസത്തരങ്ങളിലേക്ക്, അഴിഞ്ഞാട്ടങ്ങളിലേക്ക് കണ്ണയക്കരുത് പ്രിയപ്പെട്ടവരെ, കാതയക്കരുത്. വല്ലിസാനു സിനാഹുൽ കലാം. നാവിന്റെ വ്യഭിചാരമാണ് തോന്നിവാസം പറയൽ, അശ്ലീലം സംസാരിക്കൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, പെരുന്നാളല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, ആഘോഷിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് അവനവൻ്റെ വീട്ടിൽ വെച്ചോ പുറത്തെവിടെയെങ്കിലും ഒരുക്കിയിട്ടുള്ള വേദികളിലേക്കോ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരിക്കലും അഴിഞ്ഞാട്ടത്തിന് പോകരുത്. നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയാൽ പോലും അതാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇശൽ രാവുകൾ എന്ന പേരിൽ, ഇശൽ ക്ലബ്ബുകൾ എന്ന പേരിൽ, അതുപോലെ തന്നെ പെരുന്നാൾ രാവുകൾ എന്ന പേരിൽ, അങ്ങനെ പല പേരിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പല പ്രോഗ്രാമുകളും ആട്ടങ്ങളും പാട്ടുകളും ഗാനമേളകളും നൃത്തനൃത്യങ്ങളും ആഭാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, നാം മനസ്സിലാക്കുക, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. എൻ്റെ കണ്ണ് അല്ലാഹ് തന്നതാണ്. ഈ കണ്ണ് ഒരല്പനേരത്തെ കടഞ്ഞു പോയാൽ ഈ കാഴ്ച എനിക്ക് തരാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. എനിക്ക് കാത് നൽകിയവൻ എൻ്റെ റബ്ബാണ്. ഈ കാതുകൊണ്ട് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തത് ഞാൻ കേട്ടുകൂടാ. ഈ കണ്ണുകൊണ്ട് എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് ഞാൻ നോക്കിക്കൂടാ. ഈ നാവ് കൊണ്ട് എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞുകൂടാ. ഈ കൈകാലുകൾ കൊണ്ട് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു സദസ്സിലേക്കും ഒരു സമയം പോലും ഞാൻ പോയി ഇരുന്നു കൊടുക്കാൻ പാടില്ല. ഈ ശബ്ദം നാളെ പരലോകത്ത് സാക്ഷിയാണ്. പ്രിയമുള്ളവരെ, ഈ ഗ്രൗണ്ടിലെ ഓരോ പുൽക്കൊടികളും നാളെ മഹ്ശറിൽ സാക്ഷിയാണ്. നാം മനസ്സിലാക്കുക, ഇനിയും നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിനോട് കൂറുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഹറാമിലേക്ക് അയക്കാൻ സാധ്യമാകുമോ? പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ സ്ത്രീകളോട് പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്ന സുന്നത്തിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകം ഈ അവസരത്തിൽ എടുത്തുണർത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കുവാനുള്ളതാണ്. ഒന്നിന്റെ പേരിലും ഇന്ന് ഈദല്ലേ, ഇന്ന് പെരുന്നാളല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ എന്ന നിലക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയാൽ നിങ്ങളൊരു സ്ഥലത്തേക്കും ഇറങ്ങിപ്പോകരുത്. അല്ലാഹുവിന് വെറുപ്പുള്ള വേഷം ധരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകരുത്. മുസ്ലിം സ്ത്രീ അവളുടെ ശരീരം മറക്കേണ്ടതാണ്. ലൂസുള്ള പർദ്ദ മുഖേന, ലൂസുള്ള വസ്ത്രം മുഖേന അവളുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രദർശിപ്പിക്കപ്പെടുന്ന നിലക്ക്, ശരീരത്തിന്റെ സൗന്ദര്യം വെളിവാക്കപ്പെടുന്ന നിലക്ക് ഒരു പെണ്ണും പുറത്തിറങ്ങിക്കൂടാ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഉമ്മമാരെ, നമുക്ക് സ്വർഗം വേണ്ടേ, നമുക്ക് ഖബറിൽ രക്ഷ വേണ്ടേ, നമുക്ക് ഖബറിൽ സ്വൈരം കിട്ടണ്ടേ, നമുക്ക് മഹ്ശറിൽ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണ്ടേ പ്രിയപ്പെട്ട സഹോദരി? എങ്കിലെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചില ആളുകൾ, ചില സഹോദരിമാർ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജ്ദിന റീഹഹാ വഹിയ ബിമസീറതി കദാ വകദാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അതാ വസ്ത്രം ധരിച്ച ചില പെണ്ണുങ്ങളുണ്ട്, എന്നാൽ അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പേരിന് ധരിച്ചിട്ടുണ്ട്. അവരുടെ വസ്ത്രത്തിന്റെ ഉൾഭാഗം തെളിഞ്ഞു കാണുന്നുണ്ട്.
ശരീരത്തിന്റെ സൗന്ദര്യം ഉഴപ്പിച്ച് കാണിക്കുന്നുണ്ട്. ആ നിലക്ക് വസ്ത്രം ധരിച്ച് മായിലാത്തുൻ മുമീലാത്തുൻ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നടക്കുകയും ആടുകയും ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഭാഗത്ത് പറയുകയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല, വലാ യജിദിന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കുവാൻ കഴിയില്ല എന്ന്. സ്വർഗ്ഗത്തിന്റെ പരിമളം എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം അടിച്ചു വീശുന്ന പരിമളമുള്ള സുഗന്ധമാണ് സ്വർഗ്ഗത്തിനുള്ളത്. പക്ഷേ അതിൻ്റെ നാലയലത്തേക്ക് പോലും അടുപ്പിക്കപ്പെടാതെ ആട്ടിയോടിക്കപ്പെടും നമ്മുടെ സഹോദരിമാരെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന രൂപത്തിലല്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങരുത്, ഒരു നിലക്കുള്ള വേഷവും സ്വീകരിക്കരുത്. പെരുന്നാളിന്റെ ദിവസമല്ലേ എന്ന നിലക്ക് നാം ഒരിക്കലും നമ്മുടെ പുരികം വടിച്ചു കളയരുത്. പുരികം വടിച്ച് അവിടെ ഇങ്ങനെ നേർപ്പിക്കുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കിലുക്കമുള്ള വളകൾ കിലുക്കുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല. കാലുകളിൽ കിലുക്കമുള്ള പാദസരം ധരിച്ചുകൊണ്ട് ആ ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കുന്നത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പുരുഷന്മാർ തന്നിലേക്ക് വശീകരിക്കണം എന്ന ആ ആഗ്രഹത്തോടുകൂടി ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയോഗം നോക്കൂ, അവൾ വേശ്യയാണ്, അവൾ വേശ്യയാണ്, അവൾ വേശ്യയാണെന്നാണ് പറയുന്നത്. ആർക്കാണ് ആ പദം കേൾക്കാൻ ഇഷ്ടമുള്ളത്? ആർക്കാണ് അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് ആഗ്രഹമുള്ളത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, ഒരിക്കലും നാം ആ നിലക്കുള്ള വേഷവിധാനവുമായി പുറത്തേക്കിറങ്ങാൻ കാരണമായി കൂടാ. നമ്മുടെ വേഷവിധാനം ശരിക്കും ഇസ്ലാം അനുവദിച്ച രൂപത്തിലല്ലാത്ത ഒരു നിലക്കും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. നിങ്ങൾ ചിന്തിക്കൂ, നമുക്ക് അള്ളാഹുവിനോട് തേടേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തേടിയാതെ കാര്യം തന്നെയാണ്. ഖലീലുള്ളയുടെ പ്രാർത്ഥനയിൽ കാണാം, മഹാനവറുകൾ എടുത്തു പറയുന്നുണ്ട്, റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക തഅലമു, നിശ്ചയം നീ അറിയുന്നവനാണ്, മാ നുഖ്ഫി വമാ നുഅ്ലിൻ, ഞങ്ങളെ രഹസ്യമാക്കുന്നതും നീ അറിയുന്നു, വമാനുഇലിൻ, ഞങ്ങൾ പരസ്യമാക്കുന്നതും നീ അറിയുന്നു. അല്ലാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലാഹനെ ഒളിപ്പിച്ചു മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം എന്നോടും നിങ്ങളോടും പറയട്ടെ, ആര് കാണുന്നില്ലെങ്കിലും ആരും നമ്മെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മെ കേൾക്കുന്നു, അവൻ നമ്മെ ശ്രദ്ധിക്കുന്നു, അവൻ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡിൽ ഞാൻ അങ്ങ് മരണപ്പെട്ടാലോ എനിക്ക് പോയി കിടക്കാനുള്ളത് ഖബറല്ലേ? അവിടെ എനിക്കൊരാളും തുണയില്ലല്ലോ. എൻ്റെ അമലല്ലാതെ, ഞാൻ ചെയ്ത സൽക്കർമ്മമല്ലാതെ എനിക്കെൻ്റെ ഖബറിൽ തുണയില്ലല്ലോ. ഈ ഒരു ബോധം നമുക്കുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതാ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും ശിർക്കിൽ നിന്ന് നീ രക്ഷിക്കണേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുകൊള്ളണേ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നാമും പ്രാർത്ഥിക്കണം. ശിർക്ക് ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് മരിക്കണം. നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാകണം. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് ഉൾക്കൊണ്ട മഹാനായ നേതാവ് മരണത്തിൻ്റെ നേരത്തും മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്കിതാ ദീനിനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളല്ലാതെ മരിച്ചു പോകരുത്, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്ക് മക്കളില്ലേ? നമ്മുടെ മക്കളോട് നമ്മൾ ഈ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് നമ്മൾ ഈ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമതാ ഇവിടെ പ്രവാസികളായ ആളുകളുടെ കൂടെ
കുടുംബങ്ങൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നിങ്ങളതാ തിരിച്ചു ചെന്നാൽ ഈ സ്ഥലത്ത് കുടുംബങ്ങളില്ലാത്തവർ അവരവരുടെ വീടുകളിലേക്ക് വിളിക്കുമ്പോൾ, ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്. നമ്മുടെ നേതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് ആദർശം പറഞ്ഞ് തുറന്നു പറഞ്ഞ ദിവസമാണ്. മക്കളോട് ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ പറഞ്ഞ ഓർമ്മ വരുന്ന ദിവസമാണ്. ഉപ്പാ, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് ഉപ്പാ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് ഉപ്പാ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത് ഉമ്മ, അള്ളാന്റെ പേരിലല്ലാതെ സത്യം ചെയ്യരുത് ഉമ്മ. വിളിച്ചു പറയാൻ ഇവിടെ കൂടിയ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വസിയത്ത് നൽകുന്നു. കുടുംബത്തോടത് പറയണേ, മക്കളെ വിളിച്ചുകൊണ്ട് പറയണം, മോനെ മോളെ, ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്, അള്ളയാണ് വലുതെന്നാണ് നമ്മൾ ഇന്ന് തക്ബീർ മുഴക്കിയത്. എൻ്റെ മക്കൾ ബാപ്പ സ്ഥലത്തില്ലെന്ന് വിചാരിച്ചിട്ട് അഴിഞ്ഞാട്ടത്തിനിറങ്ങിക്കൂടാ, ഒരു സദസ്സിലേക്കും പോയിക്കൂടാ, അള്ളാഹ്ക്ക് വെറുപ്പുള്ള വേഷം ധരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ ഇറങ്ങിക്കൂടാ, എൻ്റെ ഉമ്മ ഇറങ്ങിക്കൂടാ, എൻ്റെ പെങ്ങൾ ഇറങ്ങിക്കൂടാ, എൻ്റെ മകൾ ഇറങ്ങിക്കൂടാ, എൻ്റെ മകൻ്റെ പാന്റിന്റെ നെരിയാണിയുടെ താഴെ വസ്ത്രം ഇറങ്ങിക്കൂടാ. പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചേടത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കാൻ സന്നദ്ധനായ നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഒരവസ്ഥയിലേക്ക് നാം എത്തിയിട്ടുണ്ടോ? അതിന് നമ്മൾ സമയം കാണണം. അതാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ, എൻ്റെ മക്കളെയും അങ്ങനെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. നാഥാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. നാം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണോ? മക്കളോടതിന് വസിയത്ത് പറഞ്ഞവരാണോ? നമ്മുടെ ജീവിതത്തിൽ, അതാ നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലും നമ്മുടെ വേഷവിധാനങ്ങളിലും നാം ഇസ്ലാമിനെ സ്വീകരിച്ചവരാണോ? പ്രിയപ്പെട്ട സഹോദരാ, അതാ നെരിയാണിക്ക് താഴെ തൂങ്ങുന്ന വസ്ത്രം അത് ഫിന്നാർ, നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാ നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം ചില ആളുകൾ പാന്റ് അതാ ചുരുട്ടിക്കയറ്റി തെരച്ച് കയറ്റി വെക്കുകയാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ അവർ താഴ്ത്തിയിടുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്നത്തെ ദിവസം ആ ഒരു കൽപ്പന പോലും പാലിക്കാൻ നമുക്കാകുന്നില്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വന്തം മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വരെ തയ്യാറായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് അതാ തികട്ടി വരുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ നാഥൻ എന്നോട് പറയുന്നു, വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തിക്കൂടാ. ഓ പുരുഷന്മാരെ, സഹോദരന്മാരെ, നെരിയാണിക്ക് താഴെ തൂങ്ങുന്നത് നരകത്തിലാണ്. എനിക്ക് കിബിറൊന്നുമില്ല, എനിക്ക് അഹങ്കാരമില്ലാതെയാണ് ഞാൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് എന്നൊരാളും പറയരുത്. അഹങ്കാരത്തോടു കൂടെയാണെങ്കിൽ ഹറാമും കുറ്റവും ഒക്കെ കൂടുന്നു എന്നതല്ലാതെ അഹങ്കാരമില്ലാതെ താഴ്ത്തിയിടാമെന്നൊരാളും മനസ്സിലാക്കരുത്. ഇസ്ലാം കണിശമായി പഠിപ്പിക്കുന്നു, മാസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നെരിയാണിയെയും വിട്ട് താഴേക്ക് തൂങ്ങുന്നത് നരകത്തിൽ തന്നെ. അത് ഇസ്ലാമിന്റെ കണിശമായ തത്വം തന്നെ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചയിടത്ത് നിൽക്കാൻ നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം. കണ്ണുകൾ താഴ്ത്താൻ പുരുഷന്മാരോട് പറയുന്നു, സ്ത്രീകളോടും കണ്ണുകൾ താഴ്ത്താൻ പറയുന്നു. കാരണം കണ്ണുകൾ ഹറാമിലേക്ക് വീക്കുമ്പോഴാണ് വ്യഭിചാരത്തിലേക്ക് ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ഒരു ഹറാമിലേക്കും നമ്മുടെ കണ്ണയക്കണ്ട, കാതയക്കണ്ട, കൈകാലുകൾ ചലിക്കണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് ഭക്തിപൂർണമായ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മാർഗത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാനുള്ള സന്ദേശം പ്രദാനം ചെയ്യപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരിക്കലും നാം പതറിപ്പോകാതെ ഇസ്ലാമികമായ നിലക്ക് തന്നെ മുന്നോട്ട് പോകണം. ഇന്നത്തെ ദിവസത്തിൻ്റെ ആഘോഷത്തിൽ പെട്ടതാണ് നാം നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു ചെന്നാൽ നമ്മുടെ കുടുംബങ്ങളെ വിളിക്കുക, അവരോട് സൗഹാർദ്ദം പുതുക്കുക, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയിറപ്പിക്കുക. അതാ എത്രയോ കാലമായി
നന്നായിക്കൊണ്ട് നാം കണ്ടിട്ടില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവരുണ്ട്. അവരെയൊക്കെ വിളിക്കാനും പറയാനും സൗഹാർദ്ദം പുതുക്കാനും കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത നിലനിർത്തുവാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയൽപ്പക്കക്കാർ ജാതി നോക്കാതെ തന്നെ നാം അവരെ സ്നേഹിക്കേണ്ടതുണ്ട്. ഏതു മതക്കാരനാണെങ്കിലും നമ്മുടെ അയൽക്കാരൻ ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ആരാവട്ടെ, അവൻ അയൽക്കാരനാണെന്ന നിലക്ക് അവന്റെ വിശപ്പ് നമ്മുടെ വിശപ്പാണ്, അവന്റെ രോഗം നമ്മുടെയും രോഗമാണ്, അവന്റെ കഷ്ടപ്പാട് നമ്മുടെയും കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സുഖിക്കുന്നവൻ മുസ്ലിം അല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അയൽവാസിയുടെ ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല, മതം നോക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പ്രത്യേകമായ ഇതിന്റെ സന്ദേശം എന്ന നിലക്ക് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇസ്ലാം പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ്. മനുഷ്യ സൗഹാർദ്ദമാണ് നടക്കേണ്ടത്. മതങ്ങൾ തമ്മിൽ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. ഹിന്ദു സഹോദരന്മാരുടെ ആചാരങ്ങൾ നമ്മളും ചെയ്യുക, നമ്മുടെ ആചാരങ്ങളൊക്കെ അവരും ചെയ്യുക, അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല. നമ്മുടെ ആചാരങ്ങൾ നാം നിർവഹിക്കുന്നു, അവരുടേത് അവരും നിർവഹിക്കട്ടെ. എന്നാലോ ഒരു ഹിന്ദു പട്ടിണി കിടന്നാലും ക്രിസ്ത്യാനി പട്ടിണി കിടന്നാലും ആര് വിഷമിച്ചാലും അത് നമ്മുടെ കൂടി വിഷമമാണ്. എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ആ നിലക്ക് സഹായിക്കാനും എല്ലാവരോടും ആ നിലക്ക് സമീപിക്കുവാനും ഇസ്ലാം പറയുമ്പോഴും ഒരു കാര്യം ഇസ്ലാം പറയുന്നുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചോട്ടെ. നാം നമ്മുടെ ആദർശത്തിൽ വെള്ളം ചേർക്കരുത്, ആദർശത്തിൽ മായം ചേർക്കരുത്. ഒരാളുടെയും പുഞ്ചിരിയും ചിരിയും സഹായവും കിട്ടാൻ വേണ്ടി അല്ലാഹനെ മറന്നുകൊണ്ട് ആളുകളുടെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കരുത്. ആളുകളൊക്കെ വെറുത്താലും അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹ് നമ്മളെ സ്നേഹിച്ചാൽ, അതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. അല്ലാഹ് നമ്മെ വെറുത്തിട്ട് ലോകം മുഴുവൻ നമ്മെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? അതുകൊണ്ട് ഏറ്റവും നാം ലക്ഷ്യമാക്കേണ്ട സ്നേഹം അല്ലാഹുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ ആർക്ക് വെറുപ്പാണെങ്കിലും പരിഗണിക്കേണ്ട, റബ്ബിനെ മാത്രം നാം പരിഗണിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എത്രയോ സഹോദരങ്ങൾ ഈ ഈദിന്റെ ദിവസത്തിൽ പോലും വേദന കടിച്ചമർത്തിക്കൊണ്ട് ആസ്പത്രികളിൽ ICU-വിലടക്കമുള്ള പല രൂപത്തിലുള്ള പ്രത്യേകമായ വിഷമഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അവർക്ക് ശിഫ നൽകുവാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അവരുണ്ടാകണം. അതുപോലെ നമ്മുടെ സഹോദരങ്ങളതാ ലക്ഷങ്ങളതാ അറഫാത്തിൽ ഇന്നലെ നിന്നു, ഇന്നവർ വീണ്ടും അതാ മിനായിലേക്ക് പോവുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുകയാണ്. ഒരാപത്തും വരാതെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ കഴിയണം. നമ്മുടെ എത്രയോ ആളുകൾ അവിടെയുണ്ട്, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ ഹജ്ജ് കബൂലായി തീരാൻ, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ല നിലക്ക് ലോക മുസ്ലിമീങ്ങളുടെ ഹജ്ജ് നിർവഹിക്കപ്പെടാനുള്ള പ്രാർത്ഥന ഈ അവസരത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വേദിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ പരസ്പരമുള്ള ആശംസകൾ ഇസ്ലാം പറയുന്നത് ഈദ് മുബാറക് എന്നല്ല, ഈദ് മുബാറക് എന്ന ആശംസാവാചകമല്ല സ്വഹാബത്ത് നടത്തിയിട്ടുള്ളത്. അവർ പരസ്പരം കാണുമ്പോൾ അവർ പറഞ്ഞത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ആശംസാവാചകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ആശംസയോടുകൂടി നാം പരസ്പരം ആ ആദർശം, ആ പ്രത്യേകമായ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന അല്ലാഹുവിലുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ ആശീർവാദങ്ങളിൽ പോലും തെളിഞ്ഞു കാണുന്നതെങ്കിൽ അതിന് വിഘാതമായ ഒന്നിലും ഏർപ്പെട്ടു പോകരുതേ എന്നീ അവസരത്തിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആവർത്തിച്ചുണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ വേദി നമുക്ക് അനുവദിച്ചു തന്ന ഇവിടെയുള്ള പ്രത്യേകമായ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉടമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈദിന്റെ ആശംസകൾ അവരെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഷെയ്ഖ് ഖലീഫ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഷാർജ സ്റ്റേറ്റിലെ ഹാക്കിം സുൽത്താൻ മുഹമ്മദുൽ ഖാസിമി ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ സംഗമത്തിന് നമുക്ക് അനുവാദം നൽകിയ ഷാർജ മതകാര്യ വകുപ്പിലെ പ്രത്യേകമായ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന റഈസായ
റഈസായ അശ്ശൈഖ് സഖർ ഇബ്നു മുഹമ്മദുൽ ഖാസിമി ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഈ ഔഖാഫിന്റെ ഡയറക്ടറായ ഷെയ്ഖ് താലിബുൽ മുർരി ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ഔഖാഫിലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. ഇവിടെ കൂടിയ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഈദിന്റെ പ്രത്യേകമായ ആശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ ഇബാദത്ത് സ്വീകാര്യോഗ്യമായി തീരുവാനുള്ള നമ്മുടെ പ്രാർത്ഥന നാം എപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മോടൊപ്പം ഈ ഈദ് ആഘോഷിക്കാൻ സാധ്യമായിട്ടില്ലാത്ത രോഗികളുണ്ട്, അതുപോലെ തന്നെ എത്രയോ പ്രയാസമുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണമേ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളോടൊപ്പം ഉള്ളവരും ഇല്ലാത്തവരും ഈ സദസ്സിലുണ്ട്. നാഥാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ തൗഹീദ് നിലനിർത്തണമേ, ഇസ്ലാമികമായ ആവേശം നിലനിർത്തണമേ. നാഥാ, നിനക്ക് വെറുപ്പുള്ള ഒന്നിലേക്കും ഞങ്ങളുടെ കണ്ണുകളയക്കുന്ന സ്വഭാവമുണ്ടാകരുതേ, കാതുകളയക്കുന്ന സ്വഭാവമുണ്ടാകരുതേ. നിനക്ക് വെറുപ്പുള്ള ഒരു വേദിയിലേക്കും ഒരു സദസ്സിലേക്കും പോയിരിക്കുവാനുള്ള ആ ഒരു ദൗർഭാഗ്യം ഞങ്ങൾക്കുണ്ടാകരുത് നാഥാ. നിന്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരിക്കലും മനസ്സ് വരരുത് നാഥാ. നിന്റെ യഥാർത്ഥമായ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ നാഥാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നീ ഞങ്ങൾക്ക് തുണയാകണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിൽ ഒരാളോടും വിദ്വേഷമില്ലാതെ ഞങ്ങളുടെ ഖൽബുകൾ എല്ലാവരോടും സ്നേഹത്തിലാക്കി, ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ഒരുമയിലുമാക്കി തീർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രചരണത്തിന്റെ മാർഗത്തിൽ ആവുന്നത് ചെയ്യാൻ നാഥാ നീ ഞങ്ങൾക്ക് കരുത്തു പകരണമേ നാഥാ. ഞങ്ങളിൽ എന്ത് തന്നെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും എല്ലാം പൊറുക്കുന്ന നാഥാ, നീ ഞങ്ങളിൽ നിന്ന് പൊറുത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. ഇതിനു വേണ്ടി സഹായിച്ച, ഈ രൂപത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നാഥാ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا إلى ما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.